ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിൽ എത്തിയപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് കേന്ദ്ര വിദ്യാലയം റോഡ്. തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിൽ എത്തിയപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് കേന്ദ്ര വിദ്യാലയം റോഡ്. 2 തവണ ഉദ്ഘാടന മാമാങ്കം നിർവഹിച്ച ഈ റോഡ് ഇന്നും ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. വർഷം 10 കഴിഞ്ഞു ഈ റോഡിന് ശാപമോക്ഷം ലഭിക്കാതെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതിലൂടെ വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർ അടക്കം വളരെ ബുദ്ധിമുട്ടിലാണ് നടന്നു പോകുന്നത്. കുണ്ടും കുഴിയും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടിയും എല്ലാം ഈ ഭാഗത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളാണ്. കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ 2 കോടി രൂപ ഈ റോഡിനായി വകയിരുത്തിയിട്ടുണ്ട്. 2 തവണ നിർമ്മാണ ഉദ്ഘാടനവും കഴിഞ്ഞു. ടെൻഡർ നടപടി പൂർത്തിയായതായും മഴ നിന്നാൽ ഉടനെ പണി തുടങ്ങുമെന്നും പറഞ്ഞുവെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഈ റോഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ റോഡ് പണിക്കുള്ള സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പണി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇതിലൂടെയുള്ള ഗതാഗതം ബുദ്ധിമുട്ടിലാണ് എന്നും ഓട്ടോറിക്ഷ തൊഴിലാളി പറയുന്നു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ 2 കോടി ഉപയോഗിച്ചിട്ട് റോഡ് പണിയാൻ പോകുന്നത് പറയാൻ തുടങ്ങിയ കാലങ്ങളായി. ആ കാര്യം എന്താണെന്നുള്ള അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ആ സാങ്കേതിക തടസ്സമൊക്കെ മാറിയിട്ട് റോഡ് പണിയാൻ പോകുന്നതാണെന്നാണ് തീരുമാനം. കുറച്ച് പ്രാഥമിക പരിപാടികൾ ഇവിടെ 5 പോസ്റ്റ് മാറ്റി, പിന്നെ കുറച്ച് മെറ്റൽസൊക്കെ ഉടനെ അടിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 11-ാം തീയതിക്ക് ശേഷം പണിയാന്നാണ് പാർട്ടിക്കാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ പണിയൊന്നും നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ഇത് പണിയാണ്ടിരുന്നിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വലിയ ഹെവി വെഹിക്കിൾസിനൊന്നും ഒരുപാട് കുഴപ്പങ്ങളില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ ഓട്ടോറിക്ഷക്കാരായ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെൻട്രൽ സ്കൂളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഓട്ടം ഇവിടുന്ന് വരുന്നത്. ഒരു 3-4 പ്രാവശ്യം ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വഹിക്കാണ്ടാവും. വണ്ടികൾക്ക് ആയിരങ്ങളാണ് നമ്മൾ ഓരോ മാസത്തിലും ചിലവാക്കുന്നത്. അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരമായിട്ട് ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് നടത്തി തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളത് പേഴ്സണലായിട്ട് തന്നെ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതേസമയം ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ തുടരുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇതിന്റെ പൂർത്തീകരണോദ്ഘാടനം നടത്താൻ ആണ് CPM ഇങ്ങനെ ദീർഘിപ്പിക്കുന്നത് എന്നും പരക്കെ സംസാരമുണ്ട്.